ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4.5 മീറ്റർ മെറ്റീരിയലാണ് മേടിച്ചിരിക്കുന്നത്. ഒരു എക്സൽ സൈസിലുള്ള ഒരു കോട്ട് സെറ്റാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ടോപ്പും അതുപോലെ തന്നെ ഒരു പലാസോ ടൈപ്പുള്ളൊരു പാൻറ്റുമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2.5 മീറ്റർ ലൈനിങ്ങും കൂടെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പാൻറ്റിന് നമ്മൾ ലൈനിങ് ഇടുന്നില്ല, ടോപ്പിന് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പിന് വേണ്ട ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 47 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് 44 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും ഭാഗം നമുക്ക് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യുക, അതിന് ശേഷം അത് വെച്ചിട്ടാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള 2 പീസാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്, എന്നാലും ഇവിടെ നെക്കൊന്ന് മാർക്ക് ചെയ്യണം. ഞാനിവിടെ 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 3.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ആ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത പോയിൻറ്റും താഴെ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റില്ല, അത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ വരച്ച ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സൽ സൈസ് ആയതുകൊണ്ട് 42 ആണ് ചെസ്റ്റ് വരുന്നത്. 42ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ നമുക്ക് 10.5 അവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ 10.5 അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി വേസ്റ്റിൻ്റെ അളവ് നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് ഒരു 14 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യാം. അവിടെ നമുക്കൊരു 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതൊരു ഏകദേശം സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആട്ടോ പറയുന്നത് എക്സൽ സൈസിൻ്റെ. എന്നിട്ട് ഈ 2 പോയിൻറ്റും കൂടെ ഒന്ന് നമുക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. നമുക്ക് ഇത്രയും മാത്രം വരച്ചാൽ മതി. താഴേക്ക് എ ലൈൻ ആയതുകൊണ്ട് നമുക്ക് താഴെ വരെ സ്കെയിൽ വെച്ചിട്ട് ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ലൈനിങ്ങിൻ്റെ അങ്ങേയറ്റം വരെ നമുക്കതൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ വരച്ചെടുക്കുക. അപ്പോൾ ലൈനിങ്ങിനാവുമ്പോൾ അധികം വിഡ്ത്ത് കുറവാണ്. ഇനിയിപ്പോൾ അധികം വിഡ്ത്ത് വേണം എന്നുള്ളവർ ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്താൽ കുറച്ചുകൂടെ ഫ്ലെയർ ആയിട്ട് കിടക്കും. എന്നിട്ട് താഴേന്ന് ഞാനൊരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. കാരണം അതിങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ തൂങ്ങിപ്പോവും. അങ്ങനെ തൂങ്ങിപ്പോവാതിരിക്കാനായിട്ടാണ് അവിടെ ഒന്ന് വളച്ച് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് 10.5, വേസ്റ്റ് 9.5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ വരെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. തയ്യൽ തുമ്പ് ഞാനിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണ ആ പോയിൻറ്റുകൾ ഒന്ന് യോജിപ്പിച്ച് താഴെ വരെ നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആ കോർണർ ഭാഗത്തു നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. ആ സെൻറ്ററിൽ നിന്ന് നമ്മളിപ്പോൾ പോയിൻ്റ് 1.5 മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആം ഹോൾ വരച്ചെടുക്കാം. നെക്കൊന്നും ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നെക്കൊക്കെ ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് നോർമലായിട്ടാണ് കട്ട് ചെയ്യുന്നത്, ക്യാൻവാസ് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിൻ ക്ലോത്തും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള 2 പീസ് എടുത്തിട്ട് 2ആയിട്ട് ഇതുപോലെ മടക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ലൈനിങ്ങിന് വിഡ്ത്ത് കുറവാണ്. നമ്മുടെ മെയിൻ ക്ലോത്തിന് നല്ല വിഡ്ത്തുള്ള തുണിയാണ്. 44 ഇഞ്ച് വിഡ്ത്തുള്ള തുണിയാണ്. അപ്പോൾ ഒരു സൈഡ് വരുമ്പോൾ 22 വരും. അപ്പോൾ ആ മാക്സിമം ഫ്ലെയറിൽ നമ്മൾ എടുത്താലാണ് നമുക്ക് ചുരിദാർ തയ്ച്ച് കഴിയുമ്പോൾ നല്ല വിരിവിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ആം ഹോൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ വേസ്റ്റിൻ്റെ ആ ഭാഗം വരെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മാക്സിമം എത്രയാണോ കിട്ടുന്നത് ആ ഒരു ഫ്ലെയറിൽ അങ്ങോട്ടേക്ക് വരയ്ക്കുക. നമ്മൾ ആ ലൈനിങ്ങിൻ്റെ ഇതിൽ വരയ്ക്കരുത്. ലൈനിങ്ങിൻ്റെ എത്രയിലും വരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഈ എന്താ സ്കേർട്ട് ഇട്ട പോലെ ഇരിക്കും. അപ്പോൾ അതുപോലെ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും. മാക്സിമം എത്രയാണോ നമുക്കവിടെ ആ ഒരു വിഡ്ത്തിൽ കട്ട് ചെയ്യാൻ പറ്റുക അത്രയും നമ്മളവിടെ കട്ട് ചെയ്യുക. താഴെ അതുപോലെ നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ 2 പീസ് തുണിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ ഫോൾഡഡ് സൈഡാണ്, ബാക്കി 3 സൈഡും ഓപ്പൺ സൈഡാണ്. അപ്പോൾ ഞാൻ ആം ഹോൾ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഏറ്റവും മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആം ഹോൾ വരച്ചേക്കണം. അതൊന്ന് അളന്ന് നോക്കാം. എനിക്കിവിടെ കിട്ടിയത് 9 ഇഞ്ചാണ്.
ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ 9 ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ ഏറ്റവും മുകളിൽ നിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കർവ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. 8 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തു. ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു മുകളിലേക്ക് ഇതുപോലെ നമ്മുടെ ആ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. 17 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 18 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഓപ്പണിങ് 5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് വരയ്ക്കുക. ഒരു 1.5 ഇഞ്ചാണ് നമ്മളവിടെ തയ്യൽ തുമ്പ് കൊടുത്തതെങ്കിൽ ആ 1.5 ഇഞ്ചും കൂടെ താഴേക്കൊന്ന് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ കട്ടിങ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നെക്ക് ഞാൻ ഫ്രണ്ട് നെക്ക് മാത്രം ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു ഗ്ലൂ ഉള്ള ഭാഗം നമ്മൾ ഉള്ളിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഒരു 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്തും 7 ഇഞ്ച് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്കൊരു ഷേപ്പിൽ നമുക്ക് ആ ഒരു വി നെക്ക് വരച്ചെടുക്കാം. കറക്റ്റ് വി പോലെ വരയ്ക്കാതെ ഇങ്ങനെ ഒരു വിടർന്ന ടൈപ്പ് വി ഇല്ലേ, ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ വെളിയിലേക്ക് നമുക്കൊരു 1 ഇഞ്ച് എക്സ്ട്രാ നമുക്കിതുപോലെയും കൂടെ വരച്ചെടുക്കാം. മുകളിലൊരു ബ്രിഡ്ജ് പോലെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെക്ക് തുണിയിലേക്ക് വെച്ച് അയൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല നെക്ക് വിഡ്ത്ത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെച്ച് അയൺ ചെയ്തെടുക്കേണ്ടത്. പശയുള്ള ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ മുഴുവനായിട്ടും ചേർത്ത് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഹിപ്പിൻ്റെ ഭാഗമില്ലേ, ആ ഭാഗം വരെ, ഹിപ്പല്ല വേസ്റ്റിൻ്റെ ഭാഗം വരെ നമ്മൾ അടിച്ചേച്ചാൽ മതി. ബാക്കി താഴേക്ക് നമ്മൾ ലൈനിങ് വേറെ മെയിൻ ക്ലോത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് അടിച്ചു പോകേണ്ട ആവശ്യമില്ല. പകുതി വരെ അടിച്ച് നിർത്തിയാൽ മതി. ഇനി ഞാൻ ഫ്രണ്ട് പീസിൽ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വി നെക്കിൻ്റെ സെൻറ്ററും അതുപോലെ നമ്മുടെ കുർത്തിയുടെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ രണ്ടിൻ്റെയും സെൻറ്ററുകൾ ഒരേപോലെ വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ആ സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു പീസ് അവിടെ ഫിക്സ്ഡ് ആയിട്ട് ഇരുന്നോളും. അതിന് ശേഷം ആ ഒരു ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ക്യാൻവാസിൽ കയറാതെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ലെങ്ത്തൊക്കെ കുറച്ചിട്ടിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിതിവിടെ സ്പീഡിൽ കാണിക്കുന്നു എന്നുള്ളൂ. പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഒരു 1/2 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു കോർണർ ഭാഗത്തായിട്ട് താഴെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം. ഇതല്ലെങ്കിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി. ക്യാൻവാസ് ആയതുകൊണ്ട് അയൺ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് നിന്നോളും. ഇനി ബാക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ക്യാൻവാസ് വെക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു 5.5 ഇഞ്ച് നെക്ക് ലെങ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് ഷേപ്പ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് റൗണ്ടിലാണ്, നമ്മൾ ക്യാൻവാസ് വെക്കുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് വെച്ചിട്ടാണ് നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഒരുപാട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമ്മളൊരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസില്ലേ, ആ പീസ് അവിടെ വെച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ നമുക്കൊരു പീസ് കിട്ടും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സൈഡൊന്ന് മടക്കി അടിക്കുക. ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കുക. ഫുള്ളായിട്ട് അത് മടക്കി അടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം അത് നമ്മുടെ ബാക്ക് നെക്കിലേക്ക് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ കട്ടിങ്ങുകൾ കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ബാക്കിലെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നോളൂ. ബാക്കിൽ ക്യാൻവാസ് വെക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ വെക്കുന്നവരും ഉണ്ട് കേട്ടോ. ബൊട്ടീക്കിലൊക്കെ സാധാരണ ചെയ്യുന്ന കുർത്തികളിലൊക്കെ ഇങ്ങനെ വെച്ച് കാണാറുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ നിവർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ലെങ്ത്തൊക്കെ നോക്കാം. നമുക്ക് 3.5 ഇഞ്ചാണ് വേണ്ടത് തയ്യൽ തുമ്പ് അടക്കം. അപ്പോൾ ആ 3.5 ഇഞ്ചിൽ കൂടുതലുണ്ടോ എന്ന് നോക്കുക. നമ്മൾ കറക്റ്റിലാണ് വെട്ടിയതെങ്കിലും നമ്മൾ അടിക്കുന്നതിൻ്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ ഒരു 1/4 ഇഞ്ചൊക്കെ കൂടുതൽ കാണും. അപ്പോൾ അത് ഒന്ന് നോക്കി കറക്റ്റ് ഷോൾഡർ 3.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുക. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സ്ലീവാണ്. സ്ലീവിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ ആ ആം ഹോള് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട്. ഫ്രണ്ട് ആം ഹോള് സെൻറ്ററും ഒന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ ഒരു താഴ്ഭാഗം ഒരു 1/2 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കാം. 1/2 ഇഞ്ച് മടക്കി അടിച്ചാൽ മതി. നിങ്ങൾക്ക് പൈപ്പിംഗ് എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ഈ സമയത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ 2 സ്ലീവിൻ്റെയും നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തേക്കുന്ന സെൻറ്ററും കൂടെ തമ്മിൽ ഒരുപോലെ വെച്ചതിന് ശേഷം 2 സൈഡിലേക്കും അടിച്ചു പോവുക. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ സെൻറ്ററിൽ തന്നെ വെച്ചതിന് ശേഷം 2 സൈഡിലേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അടിച്ച് തന്നെ പോവുക കേട്ടോ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേ സൈഡിലെത്തുമ്പോൾ കുറച്ച് നീളം കൂടുതൽ കാണും. നമ്മൾ തയ്ച്ചതിട്ട് ശരിയാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ 2 സൈഡിലുമായിട്ട് ഈക്വലായിട്ട് കാണും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സെൻട്രൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ 2 സൈഡിൽ നിന്ന് അടിച്ച് സ്ലീവ് അവിടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ലീവ് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സ്ലീവും അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2 സ്ലീവ് നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് മാർക്കിങ് ചെയ്തിരുന്നല്ലോ, അതൊന്ന് സ്ലീവിൽ മാർക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ സ്ലീവിലും കൂടെ കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടിക്കേണ്ടത് നമ്മൾ എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവിൽ നിന്ന് അടിച്ച് വരിക. നമ്മുടെ ആ വേസ്റ്റ് വരുന്ന ഭാഗം കണ്ടോ, ആ വേസ്റ്റ് വരുന്ന ഭാഗത്തിൻ്റെ 14 ഇഞ്ചിൽ ആ 14 ഇഞ്ചിന് താഴേക്ക് കുറച്ചുകൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് വളഞ്ഞ് നോക്കുമ്പോൾ നമുക്കൊരു 12 ഇഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ സൂചി കുത്തി നിർത്തുക. നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഇപ്പം ഞാൻ ആ കൈ പിടിച്ചേക്കണ ആ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്തേക്കണ പോയിന്റിൽ കുത്തി നിർത്തിയതിന് ശേഷം ലൈനിങ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി വയ്ക്കുക. ഒരു ഭാഗത്ത് മാത്രം പൊക്കിയാൽ പോരാ, താഴെയുള്ളതും കൂടെ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ അടിച്ച് നിർത്തിയേക്കുന്ന ആ ഭാഗം കണ്ടില്ലേ, ആ ഭാഗത്തുനിന്ന് നേരെ താഴേക്ക് ഷേപ്പിന് നമ്മൾ ഒരു ഷേപ്പിലാണല്ലോ കുത്തി വരയ്ക്കുന്നത്, ആ ഷേപ്പിൽ അങ്ങ് അടിച്ചു പോവുക. നമ്മൾ ആ വരച്ചേക്കുന്ന ആ ഷേപ്പിൽ തന്നെ അടിച്ചു പോവുക. അതായത് സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മെയിൻ പീസ് വേറെ അടിക്കുന്നു, അതുപോലെ തന്നെ ലൈനിങ്ങും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കുന്നത്. രണ്ടും രണ്ടായിട്ട് കിടക്കും അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എവിടെയാണോ കൊണ്ട് നിർത്തിയത് അവിടം തൊട്ട് താഴേക്ക് ആ ഒരു കൊടുത്തേക്കുന്ന ഷേപ്പ്, നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ആ ഷേപ്പിൽ അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ 2 ലൈനിങ്ങും ഉണ്ടല്ലോ, ആ ലൈനിങ്ങും ഇതുപോലെ ഒപ്പം വെച്ചിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്തോടെ അടിച്ചെടുക്കുക. ഞാനതിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. നിങ്ങൾ താഴ്ഭാഗം ഏറ്റവും ലാസ്റ്റ് മടക്കി അടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ സൈഡും ഒന്ന് അടിച്ചെടുക്കുക. ലൈനിങ്ങിൻ്റെ എൻഡ് ഭാഗം രണ്ടും കൂടെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം കുറേ തയ്യൽ തുമ്പ്, മെയിൻ ക്ലോത്തിൻ്റെ തയ്യൽ തുമ്പ് ഒരുപാട് അവിടെ കാണാം. അത്രയും തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുക. കാരണം ആ ഒരു ലൈനിങ് കൂടെ അടിച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് തുണി വരുമ്പോൾ അത് ചുളുങ്ങി കൂടിയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ കൈ പിടിച്ചേക്കുന്ന ഭാഗം വരെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നൂല് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഇതുപോലെ ലൈനിങ് നമ്മളിങ്ങനെ പൊക്കി വയ്ക്കുകയാണ്. 2 സൈഡിലെയും ലൈനിങ്, ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ലൈനിങ് ഇങ്ങനെ പൊക്കി വെച്ചതിന് ശേഷം കറക്റ്റാണ് നമ്മൾ ആ നിർത്തിയ പോയിന്റിൽ നിന്ന് മെയിൻ പീസിലൂടെ ഇതുപോലെ താഴേക്ക് അടിച്ചു വരിക. നമ്മൾ കട്ട് ചെയ്തേക്കണ ആ ഒരു ഷേപ്പിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോരരുത് കേട്ടോ. കട്ട് ചെയ്തേക്കണ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, എലൈൻ ഷേപ്പ്, ആ ഷേപ്പിൽ അടിച്ചു പോരുക. നിങ്ങൾ സ്റ്റിച്ച് ലെങ്ത് കൂട്ടിയിട്ടിട്ട് ആദ്യം ഒന്ന് അടിച്ച് നോക്കുക. രണ്ടും ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതുപോലെ ഒന്ന് അടിച്ച് നോക്കിയിട്ട് ചുളുങ്ങിക്കൂടിയാണോ കിടക്കുന്നതെന്ന് നോക്കുക. ആണെങ്കിൽ അത് അഴിച്ചിട്ട് കറക്റ്റായിട്ട് അടിക്കുക. അപ്പോൾ അതുകൊണ്ട് തീരെ ചെറിയ കാണിയിട്ട് ആദ്യം അടിക്കരുത്, ആദ്യം വലിയ കാണിയിട്ട് അടിക്കുക. അത് നമ്മൾ തിരിച്ചിട്ട് നോക്കുമ്പോൾ കറക്റ്റാണോ, ഓക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ കൂടെ അടിച്ച് വെച്ചാൽ മതി. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി താഴ്ഭാഗവും മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി റെഡി. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പാൻറ്റും ഉണ്ട്, പാൻറ്റ് തീർന്നിട്ടില്ല, അതുകൊണ്ടാട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.